ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് റെഡിയാക്കിയാലോ? അതിനായി ഈ വൈറ്റ് ഷീറ്റ് എടുത്ത് വന്നോളൂ. ഇതിലേക്ക് ഞാൻ ഓരോ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാർഡ്ബോർഡ് പീസിന്റെ ഒരു ലെയറാണ്. അതും ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ കൊടുക്കണമെന്നുണ്ട്. പിന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ബോർഡാണ് ഉദ്ദേശിച്ചത്. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഷീറ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത് സെറ്റാക്കുന്നതാണ്. പിന്നെ ഈ പെൻസിൽ ഷേപ്പിന് ഔട്ട്ലൈൻ കൊടുത്ത് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ഒരേ സമയം ആരുടെയൊക്കെയോ അധ്യാപകനും വിദ്യാർത്ഥിയുമാണ് ഓരോ മനുഷ്യനും. ഈ ഒരു സമയം നമുക്ക് അറിവ് പകർന്ന ഒരുപാട് അധ്യാപകരെ ഓർക്കുന്നു. ഈ ഒരു കാർഡ് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാ. പിന്നെ ഞാൻ ഇതിനൊരു റെഡ് ബോർഡർ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്കെച്ച് ഇല്ലാത്തതുകൊണ്ടാണ് പെയിന്റ് കൊണ്ട് ചെയ്യുന്നത്. സ്കെച്ചോട് ചെയ്താൽ ഇതിനേക്കാളും ഒരു പെർഫെക്ഷൻ കിട്ടും. ഇപ്പോൾ ഓണായതുകൊണ്ട് എല്ലാവർക്കും ലീവാണെന്നറിയാം. പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് കൊടുക്കാമല്ലോ. പിന്നെ നമുക്ക് ഈ ബോർഡിലേക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി കൊടുക്കാം. ഞാൻ നേരത്തെ മുറിച്ച കാർഡ്ബോർഡ് ഇല്ലേ, അത് ബോർഡിന്റെ സൈസിനേക്കാളും കുറച്ച് വലുതാക്കി ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. നമ്മളുടെ ഗിഫ്റ്റ് കാർഡ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.